ഒറ്റയ്ക്ക് എല്ലാം നേടിയെടുക്കുന്നവരെ പറ്റി നമ്മൾ പലപ്പോഴും അസൂയയോടെ നോക്കി നിൽക്കാറുണ്ട്. കൂടുതലും സ്ത്രീകളെ പറ്റിയാണ് അങ്ങനെ നമ്മൾ അസൂയയോട് നോക്കി നിൽക്കുന്നത്. ജീവിതത്തിൽ എപ്പോഴും സ്ത്രീകൾ ഭർത്താവിൻ്റെയോ അച്ഛൻ്റെയോ ഒരു കൂട്ടോടുകൂടി അടുത്ത് നിൽക്കാനാണ് പലപ്പോഴും ശ്രമിച്ചിട്ടുള്ളത്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന പല സന്ദർഭങ്ങളിലും ഒരു പ്രതിരോധത്തിൽ നിന്ന് ജീവിക്കണമെന്ന് മുൻപോട്ടുള്ള ത്വരയുടെ ഭാഗമായിട്ടാണ് ഒറ്റയ്ക്ക് എല്ലാം നേടുന്നത്. അതിന് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളുണ്ടായിരിക്കും. നിങ്ങൾ ചുറ്റുപാടും നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒറ്റ ഉദാഹരണം കൊണ്ട് ഞാൻ അതിനെ വ്യക്തമാക്കാം. നമുക്കെല്ലാം അറിയാവുന്ന നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഒരു തെരഞ്ഞെടുപ്പ് യോഗത്തിൽ പങ്കെടുക്കുന്ന സമയത്ത് അവിടെയുള്ള കേൾവിക്കാരിൽ നിന്ന് ഒരാൾ കല്ലെടുത്ത് അവരുടെ മുഖത്തേക്ക് എറിഞ്ഞു. അവിടെയുള്ള എല്ലാ ആൾക്കാരും ഞെട്ടിപ്പോയി. പക്ഷേ അവരുടെ മുഖത്തുകൂടി രക്തം വാർന്നുകൊണ്ട് ആ പ്രസംഗം മുഴുവിപ്പിച്ചു. അതിനുശേഷം രാജ്യം കാണുന്നത് ഏറ്റവും ശക്തിയായ ഒരു ധീരയായ വനിതയായിരുന്നു. ആ പ്രസംഗത്തിനുള്ളിൽ അവർക്കേറ്റ ആ ഏറിൽ നിന്ന് അവർ പഠിച്ചത്, ഇവിടെ ഞാൻ നിസ്സഹായായി നിന്ന് കരഞ്ഞുകൊണ്ട് നിന്നാൽ എന്നെ ഈ ജനം കൂവും, പകരം ഇതിൽ നിന്ന് ഒരു സമര അഗ്നിയോടുകൂടി ജ്വലിച്ചു മുമ്പോട്ട് പോയാൽ ഈ രാജ്യം എൻ്റെ കൂടെ നിൽക്കുമെന്ന് അവർ വിചാരിച്ചിരുന്നു. അങ്ങനെ പരിതസ്ഥിതികളെ തോൽപ്പിച്ചുകൊണ്ടും ചുറ്റുപാടുകളോട് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടും മുമ്പോട്ട് പോയിട്ടുള്ള സ്ത്രീകളാണ് ഏറ്റവും കൂടുതൽ സമൂഹത്തിൽ ഉന്നത സ്ഥാനങ്ങളിൽ എത്തിയിട്ടുള്ളത്. ഒറ്റയ്ക്ക് ജീവിക്കുവാൻ സ്ത്രീ ഇന്ന് പ്രാപ്തയാണ്. അതിനുള്ള കാരണവും പുരുഷ സമൂഹത്തിൻ്റെ ഭാഗത്തു നിന്നാണുള്ളത്.